IT ഗൈഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 3D ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടൈപ്പ് ടു സെർച്ച് എന്നുള്ളിടത്ത് ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ക്സ്കേപ്പ് എടുത്തതിന് ശേഷം ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്കൊരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന ടൂള് എടുത്ത് നമ്മൾ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുമ്പം കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു സർക്കിളിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. ഇതുപോലൊരു സർക്കിൾ വരയ്ക്കുക. ഇനി ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു കളറാണ് അല്ലേ, അതുപോലൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിതിങ്ങനെ മൂവ് ചെയ്താൽ മതി. മൂവ് ചെയ്യുമ്പോൾ കുറേ കളറുകൾ കാണാൻ സാധിക്കും. ഇവിടുന്ന് ഒരു കളർ സെലക്ട് ചെയ്തു. ഒരു കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുന്നതിന് ശേഷം റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ എടുക്കുക. റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+D പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു ടൂളാണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് എന്ന ടൂള്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് ടൂള് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ രണ്ടാമത്തേത് ക്രിയേറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന ടൂളാണ് നമുക്ക് എടുക്കേണ്ടത്. ക്രിയേറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ് ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയൊന്ന് ഡ്രോ ചെയ്യാം. ഡ്രോ ചെയ്തിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ ഒരു ലൈറ്റ് ഷെയ്ഡും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എടുക്കേണ്ട ഒരു ടൂളാണ് എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് എന്ന ടൂൾ, അല്ലെങ്കിൽ എൻ പ്രസ് ചെയ്യുക. എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് എന്ന ടൂള് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഈ പോയിന്റ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ഷെയ്ഡ് അവിടെ കൊടുക്കുക. ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. എന്നിട്ട് ഈ താഴെയുള്ള ഈ പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. താഴെയുള്ള പോയിന്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനിങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3D ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു ഷാഡോ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഡോ കൊടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന ഈ ടൂൾ എടുത്തു. എന്നിട്ട് ഇത് ഇവിടെയായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തു. ഒരു സർക്കിൾ ഷേപ്പിലേക്ക് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ഡാർക്ക് ഷെയ്ഡാണ് അതിന് കൊടുക്കുന്നത്. ഒരു ഡാർക്ക് കളർ കൊടുത്തു. പക്ഷേ നമുക്കൊരു ഷാഡോയുടെ രീതിയിലേക്ക് വന്നിട്ടില്ല. ഒരു ഷാഡോ പോലെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് Ctrl+F പ്രസ് ചെയ്യുക. അതിൽ ഫിൽ ടാഗിനുള്ളിൽ ബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്ലർ നമ്മളിങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ അതിന് ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ബ്ലർ കൂട്ടി കൊടുക്കുക. അതിന് ശേഷം ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഷാഡോ എന്ന് പറയുന്നത് ഈ 3D ഇമേജിൻ്റെ മുകളിലായിട്ടാണ് കിടക്കുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെയാണ് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഒന്നെങ്കിൽ നമുക്ക് ഈ ടൂൾ എടുക്കാം, റേസ് സെലക്ഷൻ ടു ടോപ്പ് എന്നൊരു ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ കീബോർഡിൽ ഹോം ബട്ടണോ പേജ് അപ്പ് ബട്ടണോ ക്ലിക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ റേസ് ടു ടോപ്പ് എന്നൊരു ഓപ്ഷനോ കൊടുക്കാം. റേസ് ടു ടോപ്പ് എന്നൊരു ഓപ്ഷനും കൊടുത്തു. ഇപ്പോൾ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു 3D ഇമേജും ഒരു ഷാഡോയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ സേവ് ആസ് എടുക്കുക. ഫയൽ സേവ് ആസ് ഓപ്ഷൻ എടുക്കുക.
അതിൽ സ്റ്റുഡൻസ് വർക്ക്സ് 10 എടുക്കുക. സ്റ്റുഡൻസ് വർക്ക്സ് 10 ഇവിടെ 3D ഇമേജ് എന്ന പേരിലാണ് ഞാൻ കൊടുക്കുന്നത്. 3D ഇമേജ് ഡോട്ട് SVG. ഇതും SVG ഫയലായിട്ടാണ് സേവ് ആവുന്നത്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്